ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബോട്ട് നെക്കാണ് അടിച്ച് കാണിക്കുന്നത്. ബോട്ട് നെക്ക് അടിച്ചിട്ട് എങ്ങനെയാണ് ഷോൾഡർ ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യാന്നുള്ളത് കൂടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ബോട്ട് നെക്ക് കഴിഞ്ഞ ദിവസം വെട്ടിയ ക്ലാസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ബോട്ട് നെക്ക് ഞാൻ ഇതുപോലെ പിന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതിരിക്കാൻ ഇതുപോലെ ബീഡ്സ് പിന്നൊക്കെ വെച്ച് സെറ്റ് ചെയ്യണത് നല്ലതാണ്. കാരണം അല്ലാന്ന് വെച്ചാൽ നമ്മളുടെ കഴുത്തൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഡ്രസ്സിനെയാണല്ലോ അത് ബാധിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതേപോലെ ഒന്ന് പിന്നൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് നമുക്ക് പിന്നീട് അത് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ ടെൻഷൻ ഇല്ലാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമോ എന്നുള്ളൊരു പേടി വേണ്ട. അപ്പൊ ഇതെങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് കറക്റ്റ് ആയിട്ട് തന്നെ കേട്ടോ. അപ്പൊ ഇവിടെ ഒന്നും ചുളിഞ്ഞു പോവൊന്നും ചെയ്യരുത്. ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ക്യാൻവാസിന്റെ തൊട്ടടുത്തിൽ കൂടെ, ക്യാൻവാസിന്റെ മേലേക്ക് ഒരിക്കലും സ്റ്റിച്ച് പോകാൻ പാടില്ല. എന്നിട്ട് ഇങ്ങനെ അടിച്ചു പോവാണ്. ഇങ്ങനെ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ തിരിച്ച് വളച്ചൊക്കെ കൊടുക്കുക. എന്നിട്ട് ഈ പിന്നൊന്ന് ഊരി മാറ്റിയതിന് ശേഷം നമ്മുടെ സെന്റർ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ സെന്റർ പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ്. 1/4 ഇഞ്ച് വെട്ടിയിട്ടുള്ള പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് സ്ലിറ്റുകൾ കൊടുക്കുക. സ്ലിറ്റുകൾ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കത്രികയുടെ തുമ്പുകൊണ്ട് ഇങ്ങനെ വെട്ടണേനെയാണ് സ്ലിറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് കേട്ടോ. വെറുതെ കട്ട് ചെയ്യുന്നതിന് സ്ലിറ്റ് കൊടുക്കുക എന്ന് പറയും. ഇങ്ങനെ ഇടണേനെ, ഇതുപോലെ ഇടണേനെ നോച്ചിടുക എന്നും പറയും. ഒരുപാട് അകലത്തിലൊന്നും പോകില്ലല്ലോ. ഇപ്പൊ നോച്ച് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വി ഷേപ്പിലാണ് വരുന്നത്. സ്ലിറ്റ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ കട്ടിങ് ആണ് വരുന്നത് അല്ലെ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ചുരിദാറിന് സ്ലിറ്റ് ഇടുന്നത്. അതുകൊണ്ടാണ് വരുന്നത് അങ്ങനെ പറയുന്നത്. അപ്പൊ ഇതുപോലെ സ്ലിറ്റ് ഇട്ട് കൊടുക്കുകയാണ്, നമ്മള് സ്ലിറ്റുകൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾക്ക് ഇതിങ്ങനെ മറിച്ചെടുക്കാൻ കറക്റ്റ് ആയിട്ട് പറ്റും. ഇനി നമ്മളിവിടെ സൈഡ് സ്റ്റിച്ച് ആണ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഈ ക്യാൻവാസമ്മലാണ് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്, മെയിൻ ഫാബ്രിക്കിലല്ല കേട്ടോ. നമ്മൾ ബോഡി പാർട്ടിലല്ല ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ക്യാൻവാസിന്റെ എഡ്ജിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവാണ്. കാണുന്നുണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഫാബ്രിക്കിനെ ഒന്ന് ഇങ്ങനെ നീക്കി വെച്ച് കൊടുക്കുക. ഈ ഒരു ഭാഗം വരുമ്പോൾ, ഈ കർവൊക്കെ വരുമ്പോൾ നമ്മൾ ഫാബ്രിക്കിനെ ഇങ്ങോട്ട് നീക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ അടിച്ചു പോവുക. ഇതേപോലെ ഇങ്ങനെ ഫാബ്രിക് ഇങ്ങനെ വളച്ച് വെച്ച് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്ക് കറക്റ്റ് ആയിട്ട് തന്നെ അടിക്കാൻ പറ്റും. അപ്പൊ നമ്മളെ സീം അലവൻസ് എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തേക്ക് നീക്കി വെച്ചിരിക്കണം കേട്ടോ. എങ്ങനെയാണ് നമ്മൾ അടിച്ചു വന്നിട്ടുള്ളത്. ഇനി അടുത്ത നെക്കും ഇതുപോലെ തന്നെ അടിച്ചെടുക്കട്ടെ.
ഇപ്പൊ നമ്മൾ രണ്ട് കഴുത്തും ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പോർഷൻ ഏതാണെന്നൊക്കെ നോക്കി വെക്കുക. എന്നിട്ട് രണ്ട് നല്ല വശങ്ങളും ചേർത്ത് ഇതുപോലെ രണ്ട് നല്ല വശവും ചേർത്ത് വെക്കുക കേട്ടോ. രണ്ട് നല്ല വശങ്ങൾ ഇതിപ്പോ ഇതാണ് ഫ്രണ്ട് ഭാഗം, ഇതാണ് ഫ്രണ്ട് പോർഷൻ. ഫ്രണ്ട് പോർഷനിലാണല്ലോ നമ്മളിവിടെ മാർക്കിംഗ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇങ്ങനെ രണ്ട് ഭാഗങ്ങളും ചേർത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇത് രണ്ടും ചേർന്നിരിക്കുന്ന രീതിയിൽ ഈ രണ്ട് പോർഷൻ ഇങ്ങനെ നീങ്ങിയിട്ടൊന്നും ഇരിക്കാൻ പാടില്ല. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഈ രണ്ട് ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പാടില്ല ഇനി. അപ്പൊ ഇവിടെ സെന്ററിൽ തന്നെ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ചിങ്ങനെ നീക്കിയിട്ട്. ഇതൊരു ഈസി ടിപ്പാണ് ഷോൾഡർ ജോയിൻ ചെയ്യാൻ. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ഈ സൈഡിൽ മാത്രമാണ് അടിക്കാൻ പാടുള്ളൂ. മേലടി ഇങ്ങനെ മടക്കി വെച്ചിട്ട് മേലടി കൊടുക്കാൻ പാടില്ല ഇങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക പ്രത്യേകം. അതുപോലെ തന്നെ ഇത് രണ്ടും കയറി ഇറങ്ങാതെ കറക്റ്റ് ആയിട്ട് ഒരേ ലെവലിൽ ഈ രണ്ട് പോർഷനും വരുന്നുണ്ടല്ലോ, അത് ഒരേ ലെവലിൽ തന്നെ വെച്ചിരിക്കണം. അപ്പൊ നമ്മൾ പിൻ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ സീം അലവൻസ് എത്രയാണ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗം അടിച്ച് എടുക്കുകയാണ്. അപ്പൊ ഞാൻ 1/2 ഇഞ്ചാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ 1/2 ഇഞ്ചിൽ ഞാൻ ഇവിടെ അടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സൂചിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ കറക്റ്റ് ആയിട്ടല്ലേ വരുന്നത് കണ്ടോ. ഇത് കറക്റ്റ് ആയിട്ടല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഏതാണ് ഫ്രണ്ട് പോർഷൻ, നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഏതാണ് നോക്കിയിട്ട് ഫ്രണ്ടിലത്തെ നെക്ക് ഏതാണ്, ഈ ഭാഗത്തെ നെക്കാണ് അല്ലെ. അപ്പൊ ബാക്കിലത്തെ ക്യാൻവാസിനെ നമ്മൾ ഫ്രണ്ടിലേക്ക് മറിക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ. ഇങ്ങനെ മറിച്ചെടുക്കുക. ബാക്കിൽ വരുന്ന നെക്ക് പോർഷനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ മറിക്കുക. അപ്പൊ ഇതാണ് ഫ്രണ്ട് അല്ലെ, ഈ ഭാഗമാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മൾ ബാക്കിലത്തെ ക്യാൻവാസിനെ ഇങ്ങോട്ട് മറിച്ച് വെച്ചിട്ട് ഒരടി മേലെ കൂടെ ഒന്നുകൂടി കൊടുക്കുകയാണ് കേട്ടോ. അടിക്കുന്നതൊക്കെ കെട്ടിട്ട് തന്നെ അടിക്കുക നമ്മള്. എന്നിട്ടൊന്ന് ഇവിടെ നമ്മളിപ്പോ 1/2 ഇഞ്ച് വിട്ടാലും തന്നെ ഒന്ന് നമുക്കൊന്നത് ചെറുതാക്കി തന്നെ കൊടുക്കാം. കണ്ടല്ലോ, ഇങ്ങനൊന്ന് ചെറുതാക്കുക. എന്നിട്ട് നമ്മൾക്ക് ഇവിടെ മറിച്ച് നോക്കുമ്പോൾ ഷോൾഡർ ഇവിടെ കറക്റ്റ് ആയിരിക്കും. കണ്ടല്ലോ, ഇത് കയറി ഇറങ്ങിയിട്ടൊന്നും നിൽക്കാൻ പാടില്ല. അപ്പൊ അത് നേരെ തന്നെ വരണം. കാണുന്നില്ലേ, ഇത് കറക്റ്റ് ആയിട്ട് നേരെയായിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ മേലെ അടിച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇവിടെ മേലടി കൊടുക്കാറുണ്ട്. മേലടി കൊടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മേലെ സ്റ്റിച്ച് ചെയ്താൽ മതി. ആദ്യത്തെ സ്റ്റിച്ച് നമ്മൾ ക്യാൻവാസിന് അങ്ങനെ കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ മേലേക്ക് അടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഈ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രം മേലെ അടിക്കുക കേട്ടോ. അതല്ലാന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഈ രണ്ട് പോർഷനും ഈക്വൽ ആയിട്ട്, അതായത് ഒരേ ലെവലിൽ തന്നെ വരണം. ആ ലെവലിൽ വന്നെങ്കിൽ മാത്രമാണ് ഈ ഷോൾഡർ ഇതേപോലെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ചിൽ ഇവിടെ നിന്ന് തൊട്ടിട്ട് നെക്കിന്റെ ക്യാൻവാസ് എപ്പോഴും ഇങ്ങനെ തന്നെ വെച്ചിരിക്കണം. ഇത് മടക്കിയിട്ടൊന്നും വെക്കരുത്. രണ്ടും ഒരേ ലെവലിൽ തന്നെയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് കണ്ടോ. ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെയും ഒരേ ലെവലിൽ തന്നെ വെച്ചിട്ട് നമ്മൾ അടിക്കുകയാണ്. ഇവിടത്തേനെ കെട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു പ്രാവശ്യം അടിക്കുമ്പോൾ നമ്മൾ കെട്ടിട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്ത ലൈനിൽ അടിക്കുമ്പോൾ നമ്മൾ മറിച്ച് വെച്ച് അടിക്കുമ്പോൾ അത് കെട്ടിട്ടിട്ട് അടിക്കുക. അപ്പൊ നമ്മൾ ഇതാണ് ഫ്രണ്ട് നെക്ക്. അപ്പോൾ ബാക്കിലത്തെ പോർഷൻ ഇങ്ങോട്ടാണ് മറിക്കുന്നത്. കണ്ടല്ലോ, ഇങ്ങോട്ട് മറിച്ചിട്ട് ഇതേപോലെ ഇവിടം വരെയാണ് നമ്മൾക്കത് മറിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ഇങ്ങോട്ടൊന്നും കയറ്റി വെക്കാൻ പാടില്ല കേട്ടോ. ഇങ്ങനെയൊന്നും കയറ്റി വെക്കരുത്. ഈ ക്യാൻവാസ് എവിടെയാണ് നമ്മളുടെ മറ്റേ ക്യാൻവാസിന്റെ ഈ ഭാഗം വരുന്നത് അവിടം വരെ നമ്മൾ മടക്കി വെക്കുക. എന്നിട്ട് വീണ്ടും ഒരടി കെട്ടിട്ടിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ കെട്ടിടുക. എന്നിട്ട് ഈ ഒരു രണ്ട് പോർഷനും കറക്റ്റ് ആയിട്ട് തന്നെ വെച്ചിട്ട് ഈ സെയിം അടിയിൽ കൂടെ തന്നെ ഈ സെയിം നമ്മൾ അടിച്ചിട്ടിട്ടില്ലേ, ആ അടിച്ച ഭാഗത്ത് കൂടെ തന്നെ ഒന്നുകൂടി അടിക്കുക.
എന്നിട്ട് വേണമെങ്കിൽ ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് അധികം വീതി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോക്ക് ചെയ്യാം. ലോക്ക് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ ലോക്ക് ചെയ്തിട്ട് എടുക്കാം. ലോക്ക് മെഷീൻ ഉള്ളതാണ് നല്ലത്, കാരണം നമുക്ക് ഈ തുണീനെ റാവൽ ചെയ്യാതെ നമുക്കിത് കിട്ടും. അപ്പൊ ഇത് ഇങ്ങനെ മറിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ പിടിക്കും. കണ്ടല്ലോ, ഇങ്ങനെ ഒരുപാട് ഇങ്ങോട്ട് നീങ്ങി നിൽക്കില്ല, കറക്റ്റ് ലെവലിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാണണമെന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാവില്ലേ. ഇപ്പൊ ഒരാൾ കണ്ടു വെച്ചാലും ഇതെന്റെ ഫ്രണ്ടിനൊന്ന് അയച്ചു കൊടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അയച്ചു കൊടുക്കില്ലേ, അതുപോലെ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു.